ഓവർ തിങ്കിങ് ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പലരും ഒരു നിസ്സാര കാര്യമായിക്കോട്ടെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്തൊക്കെ ഇനി തിങ്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചിന്തിച്ചു കൂട്ടി നമ്മളുടെ സ്വസ്ഥത കളയും. അങ്ങനെ ഉള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. 5 ടിപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് നെയിം ഇറ്റ് ടു ടേം ഇറ്റ്. അതായത് നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവണം. ഈ ഒരു ടൈം ഞാൻ വീണ്ടും വീണ്ടും അത് ചിന്തിക്കുകയാണല്ലോ. ആ ഒരു റിയലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് എന്തെങ്കിലും എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മുടെ മനസ്സിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത്. പല ആൾക്കാർക്കും അത് ഓവർ തിങ്കിങ് ആണെന്ന് തന്നെ മനസ്സിലാകത്തില്ല. വീണ്ടും വീണ്ടും അത് ചിന്തിച്ച് അയ്യോ എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കുക. ഇത് ഓവർ തിങ്കിങ് ആണ്, ഞാൻ ഓവർ തിങ്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ എന്തിനാണ് ഞാനത് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണ് എനിക്കിപ്പോൾ? ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ്. റെക്കഗ്നൈസ് ചെയ്യുക നമ്മൾ ഓവർ തിങ്ക് ചെയ്യുകയാണ് എന്നുള്ളത്. സെക്കൻഡ് വൺ ഈസ് ഇൻട്രപ്റ്റ് ദ ലൂപ്പ്. ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ? എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാട്ടൊക്കെ കേൾക്കത്തില്ലേ, അതാണ് അറിയാം. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി ഇത് നടക്കുന്നുണ്ട്, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ സെക്കൻഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്ന് പെട്ടെന്ന് മുഖം കഴുകുകയോ ഒന്ന് ബ്രീത്ത് എടുത്ത് വിടുകയോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നൊന്ന് ഇറങ്ങി മാറുകയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആ സമയത്ത് ചെയ്യണം. പെട്ടെന്ന് ആ ഒരു സെയിം പൊസിഷൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ കാണിക്കത്തില്ലേ സിനിമയിലൊക്കെ, ആ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക, ഒന്ന് ചേഞ്ച് ആവുക, റിയലൈസ് ചെയ്യുന്നു, ആ പൊസിഷൻ മാറി ഒരു ആക്ടിവിറ്റി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നു. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ആവും, അല്ലെങ്കിൽ മറ്റേ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സെക്കൻഡ് അതാണ് ചെയ്യേണ്ടത്. അടുത്തത് കുറച്ച് വേർഡായിട്ടുള്ളൊരു സംഭവമാണ് ഒരു വറി ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും വിഷമം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. എല്ലാവരും പറയും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ, ഈ കാര്യങ്ങൾ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത് ചെയ്യൂ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത് ചെയ്യും, അങ്ങനെ നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ ഒരു വറി ടൈം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഒരു നൈറ്റ് ഒരു 9 to 10 അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം അത് വറി ടൈമാണ്. അത് നമ്മൾ വിഷമിക്കാനുള്ള ടൈമായിട്ട് നമ്മൾ അങ്ങ് കരുതുക. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അല്ലാത്ത ടൈമുകളിൽ നമുക്ക് ഓവർ തിങ്കിങ് വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയാം, ഇത് വറി ടൈം അല്ലല്ലോ, ഇപ്പം ഞാൻ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല, ആ ടൈമിൽ സംസാരിക്കാം എന്നുള്ള ഒരു ഇൻട്രപ്ഷൻ നമ്മൾ അവിടെ കൊടുക്കണം. അതാണ് മൂന്നാമത്തേത്. ഫോർത്ത് വൺ ഈസ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. അതായത് നമുക്ക് ഒരുപാട് നമ്മൾ ഓരോ കാര്യങ്ങളിൽ ബോധർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഒരു ബുക്കും പേപ്പറും എടുക്കുക, അതിൽ എഴുതുക എന്തൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് എൻ്റെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് എഴുതുക. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. എന്താണ് ശരിക്കും നിങ്ങളെ ബോധർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബുക്കിൽ നമ്മൾ എഴുതിയിട്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് തന്നെ കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പതിയെ ആ ഒരു ചിന്തകളും അതൊക്കെ അങ്ങ് മാറിക്കോളും. എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതിൽ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മെൻ്റൽ പ്രസൻസ്. അതായത് നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഡിറ്റേഷൻ ചെയ്യാറില്ലേ? അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. മെഡിറ്റേഷൻ ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും ഇത് സംസാരിക്കണം, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു തെറാപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ തെറാപ്പി എടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓവർ തിങ്കിങ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രെയിൻ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, നമ്മളാണ് ബ്രെയിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം, എന്നാലും നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മളുടെ മെൻ്റൽ പീസ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.